വണ്ടി അയ്യോ അത് കാണാൻ പറ്റില്ല. അതായത് ഒരു കണ്ടത്തിന് അപ്പുറം ഇപ്പുറയാണ് ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് പുറകിൽ കാണാം, ഇതിൻ്റെ പാടമാണ് കേട്ടോ. എൻ്റെ എന്നല്ല, നമ്മുടെ പാടത്ത് സൺസെറ്റ് ഒക്കെ മഴക്കാലത്ത് മീൻ പിടിക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ പുതിയൊരു ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. എൻ്റെ പേര് സ്നേഹ എന്നാണ്. എൻ്റെ ചാനലിൻ്റെ നെയിം ഞാൻ ഇട്ടിരിക്കുന്നത് തക്കാളിക്കാന്നാണ് കേട്ടോ. തക്കാളിക്കാന്ന് ഇടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ പേരിൻ്റെ സജഷൻസ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഒരു തക്കാളി പോലത്തെ ഒരു പേരിടാന്ന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ അടുത്ത് ആകെ ഒരു 2 പേരാണ് വന്നത്. ഒന്ന് തമ്പുരാട്ടി എന്നുള്ള പേരും ഒന്ന് തക്കാളിക്ക എന്നുള്ള പേരും. അപ്പോൾ ഫൈനലി ഞാനത് തക്കാളിക്ക എന്നുള്ളൊരു പേരിലോട്ട് ഉറപ്പിച്ചു. തമ്പുരാട്ടി എന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ ചെറുതിലെ എൻ്റെ ചേട്ടൻ എന്നെ തമ്പുരാട്ടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ പറയുക, തമ്പുരാട്ടി വന്നോ, തമ്പുരാട്ടിക്ക് അത് പറ്റില്ലല്ലോ, തമ്പുരാട്ടിക്ക് ഇത് പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഫിക്സ് ചെയ്തതാണ് ഈ ഒരു തക്കാളിക്ക എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എൻ്റെ നാടും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതെൻ്റെ നാടാണ്, ചെറിയൊരു നല്ലൊരു ഗ്രാമമാണ്. സോ നിങ്ങൾക്ക് പുറകിൽ കാണാം ഇതിൻ്റെ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ നാട്. ഇവിടെ നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്യുന്നതാണ്. ചേട്ടൻ്റെ അപ്പച്ചനാണെങ്കിലും നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇവിടെ മഴ പെയ്പ്പിച്ച് വെള്ളമൊക്കെ കയറി എന്താ പറയുക, ചണ്ടി, നമ്മൾ നാട്ടിൽ ചണ്ടി എന്നാണ് പറയുക. ചിലർക്ക് പായലെന്നൊക്കെ പറയും. പായലെന്ന് പറയും, നമ്മൾ കൂടുതലും ചണ്ടി എന്നാണ് പറയുക. ചിലർക്ക് കേൾക്കുമ്പോൾ ചിരിയൊക്കെ വരും. സോ ഉണ്ടോ, ഇത് പുറകിലും ഇതുപോലെ തന്നെ ഇത് 2 സൈഡാണ്. നടുവിൽ റോഡിലാണ് ഇപ്പോൾ നിൽക്കണേ. അപ്പം 2 സൈഡിലും വെള്ളമൊക്കെ കയറി നിൽക്കുകയാണ്. അറ്റത്തേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, പുഴ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം കുറേ പേരൊക്കെ ഇവിടെ ചൂണ്ടിടാനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. കുറേ വണ്ടികളും ചൂണ്ടിടാൻ പോകുന്നുണ്ട്. ഇവിടെ ഫുള്ള് റോട്ടിലേക്ക് വെള്ളം കയറിയിരിക്കുക. അപ്പോൾ ഇവിടെ അങ്ങോട്ട് നോക്കിയാലറിയാം, പുഴ പോലെ ആയിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് കിടക്കാൻ പറ്റില്ല. അതായത് നടന്നിട്ടാണെങ്കിലും വണ്ടിയിലേക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു വണ്ടി വന്നിട്ട് അത് തിരിച്ചു പോയി, ഒരു ട്രാവലർ വന്നിട്ട് തിരിച്ചു പോയി, ഇതിൽ പോകാൻ പറ്റാണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഈ പാടത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ എൻ്റെ വീടും ഇപ്പുറത്തെ സൈഡിൽ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന വീടുമാണ്. സോ വി ആർ ട്രാപ്ഡ്. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ചുമ്മാ പറഞ്ഞാൽ കേട്ടോ. ഞങ്ങൾക്ക് മെയിൻ റോഡ് ഉണ്ട്. ഇതിലാണെങ്കിൽ ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് എത്തും. മെയിൻ റോഡിൽ കൂടെ പോകാനും കുറച്ച് വളഞ്ഞു പോകണം, അത്രയേ ഉള്ളൂ. അതായത് ഒരു കണ്ടത്തിന് അപ്പുറം ഇപ്പുറയാണ് ഞങ്ങളുടെ വീട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാമീണത. ഭയങ്കര രസമാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നിൽക്കാം. പിന്നെ മഴക്കാലത്ത് എന്താ പറയുക, മഴക്കാലത്ത് മീൻ പിടിക്കാം. അങ്ങനത്തെ കുറേ വിനോദങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിള്ളേർ ഒരു കുഞ്ഞുകുട്ടി കളിക്കുന്നുണ്ട്, അവിടെ കുറച്ച് പേര് മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പുറകിലായിട്ട് കുറച്ച് പേര് വെള്ളമൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അങ്ങനെ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പ്, അങ്ങനത്തെ കുറേ ഫോട്ടോ എടുക്കാൻ. അതുപോലെ തന്നെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് നടന്നിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതായത് അവിടെ വണ്ടി വെച്ചിട്ട് നടന്നു വരാനേ പറ്റുള്ളൂ, വണ്ടിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, വെള്ളം കയറി കിടക്കണ കാരണം. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. വെള്ളം കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ അത്രയും വെള്ളം നേരത്തെ കണ്ട സ്ഥലത്ത് മാറിയിട്ട് എൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലോട്ട് ഒരു പാരലായിട്ടൊരു റോഡും കൂടെ പോകുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് വന്നേക്കണം. ഇവിടെ ആണെങ്കിലും ഈ ബാക്കിലൊക്കെ വെള്ളം കയറിയിട്ട് ഇങ്ങനെ പുഴ പോലെയാണ് പോകുന്നത്. ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മഴ പെയ്തു. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ഇപ്പം മഴ പെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാടത്ത് സൺസെറ്റൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ അത് കാണാൻ പറ്റില്ല. കുറേ പേരൊക്കെ ചൂണ്ടിടാനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പോകും തോന്നുന്നുണ്ട് മഴ. അധികം വലിയ കാര്യമായിട്ട് വലിയ മഴയല്ല, ഒരു കുഞ്ഞ മഴയാണ്, ചാറ്റലാണ്. ഇവിടെ കുറേ ആൾക്കാർ. അവിടുത്തെ പാലമുണ്ട്. ഈ പാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 2018 ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവിടെ ഫുള്ള് നിറഞ്ഞിട്ട് നമുക്ക് ഒരാൾ പൊക്കത്തിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അതിൻ്റെ അവിടെയൊക്കെ കുറേ പേര് ഇറങ്ങിയിട്ടൊക്കെ വലയിടുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടെ മഴ കനത്താൽ നമുക്ക് ഈ റോഡൊക്കെ മുങ്ങും. ഇതിൽ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും കൂടുതൽ. വിചാരിച്ച പോലെ എല്ലാം മഴ നിൽക്കുന്ന ലക്ഷണമല്ല. അപ്പം എന്തായാലും വീട്ടിലേക്ക് പോവാം. അങ്ങനെ മഴയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വീട്ടിലെത്തി. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.